ഇനി വാഴകളെ പരിചയപ്പെട്ട ഫസ്റ്റ് അനുരാജ്. അനുരാജ് ഓമേനി ലൈലയുടെയൊക്കെ റൈറ്ററാണ്. ഇപ്പം ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇതിലെ 6 പേരിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ് അനുരാജ്. അനു സാഫിന്റെ ബ്രദർ. പിന്നെ ജോമോൻ. ഓക്കെ. പിന്നെ നമ്മുടെ ഉള്ളത് സാഫോയ്. ഭയങ്കര വിനയാണല്ലോ. ഇവരിവിടെ സ്ഥിരമാണെന്ന് പറയുന്നു, സത്യമാണോ? സിജു സാണ്ടി. തള്ളിക്കോളാൻ പറയുന്നത് എനിക്ക് ഒന്നും പറയാനില്ല, അത് ഞാൻ വഴി തരാം. പിന്നെ അമിത് ഒരു വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഈ സിനിമ ചെയ്യുന്നത്. വികാരത്തിലൂടെ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്, താലിമിലുണ്ട്. അപ്പൊ അമിത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് വിനായക്. വിനായകയുടെ പ്രത്യേകം പരിചയപ്പെടുത്തുന്ന കാര്യമുണ്ടോ? ഇല്ലല്ലോ. അലൻ. അജിൻ. ഇനി എല്ലാരും പരിചയപ്പെടുത്തി കഴിഞ്ഞില്ലേ? ഇനി ആരെങ്കിലും ഉണ്ടോ ബാക്കി? അയാൾ നമ്മൾ പരിചയപ്പെടുത്തില്ല, ലാസ്റ്റ് വെച്ചില്ല. ഹാഷിർ. അപ്പൊ എല്ലാവരും ഓരോരുത്തരായിട്ട് അവരവരുടെ പരിപാടികൾ വരും, ഓരോരുത്തരായിട്ട് സംസാരിക്കും. ഞാൻ മൈക്ക് തിരിച്ചു കൈമാറുകയാണ്. താങ്ക് യു. നമുക്ക് ഇന്ന് ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ഉണ്ട്. അതായത് വി ഹാവ് എ മെർക്കൻഡൈസ് ഗിവ് അവേ ഓഫ് വാഴ. ഓക്കെ, സോ സാറിനെ ഇംപ്രസ് ചെയ്ത് ഇവിടെ ഒരു പിക്കപ്പ് ലൈൻ പറയണവർക്ക് വി ആർ ഗോണ ഗിവ് വാഴയുടെ മെർക്കൻഡൈസ് ടീഷർട്ട്സ്. സോ എനിബഡി വിത്ത് എ നൈസ് പിക്കപ്പ് ലൈൻ, please come forward. എക്സാമ്പിൾ വേണോ? നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കേട്ടാലോ? ജോമ ചേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞു കാണിക്കട്ടെ അല്ലേ? പല്ല് തേക്കാൻ ബ്രഷ്, നിന്നെ കാണാൻ റഷ്, നീ എൻ ക്രഷ്. സോ ഇതുപോലത്തെ പിക്കപ്പ് ലൈൻസ് ഇവിടെ ആർക്ക് പറയാൻ പറ്റും? പ്ലീസ് കം ഫോർവേഡ് ടു ദി സ്റ്റേജ്. നമ്മുടെ തെരേസിയൻസിന്റെ ഇടയിൽ ആരുമില്ലേ? ഒരു എക്സാമ്പിളും കൂടെ വേണോ? ഫ്രം ദ കാസ്റ്റ് themselves. പ്രിയപ്പെട്ട സുന്ദരികളെ, നിങ്ങളെ കാണാൻ ഒരുപറ്റം സുന്ദരന്മാരാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനോട് ഒരു പിക്കപ്പ് ലൈൻ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. റോഡിലുണ്ട് ചരൽ, തോട്ടിലുണ്ട് പരൽ, നീ എൻ കരൽ. സിജു സാറിനെ നമ്മള് ഒരു പടത്തിൽ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഫെമിലിയർ. ദാറ്റ് ഈസ് രോമാഞ്ചം അല്ലേ? ആൻഡ് അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഡേയ്സ് ആയിരുന്നു. അന്ന് വന്നപ്പോ ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആയിട്ടാണ് വന്നത്. ദാറ്റ് ഈസ് ഇറ്റ് വാസ് എ റെഡ് മുണ്ട് വിത്ത് ബ്രൗൺ ലെതർ ജാക്കറ്റ്. സോ അന്ന് ഞങ്ങൾ ഒന്ന് നോട്ട് ചെയ്തായിരുന്നു. സോ ഹൗ ഡു യു ഫീൽ കമ്മിങ് ബാക്ക് ടു STC? എന്റെ കൂടെ ഇരിക്കുന്ന ഒരാൾക്കും അറിയത്തില്ല ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്.
കഴിഞ്ഞ വർഷം രോമാഞ്ചത്തിന് വന്നപ്പോൾ ഞാൻ ജാക്കറ്റും ഒരു കൈലിമുണ്ടി എടുത്താണ് ഇവിടെ വന്നു നിന്നത്. ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ വേറൊരു കോസ്റ്റ്യൂമാണ് പിടിച്ചത്. സത്യത്തിൽ ഇത് പാളിയതാണ്. ഞാനൊരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തായിരുന്നു, കുൽസിതം ഒള്ളി എന്നും പറഞ്ഞോണ്ടൊരു ടീഷർട്ട്. പക്ഷെ എനിക്ക് ആ ടീഷർട്ട് ഇതുവരെ കിട്ടിയില്ല. ഇവിടെ ബ്ലൂ ഡാർട്ടിലോ ഇവിടെ അങ്ങോട്ട് വന്നിരിപ്പുണ്ട്, തിരിച്ചു പോകുമ്പോൾ എടുക്കണം. അത് അശ്വതി ചേച്ചിയാണ് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ആഗസ്റ്റ് 15 പടം പോയി കാണുമോ? പടത്തിന്റെ പേരെന്തുവാ? ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ഞങ്ങള് വാശി പിടിച്ചതാണ്, ഒരു ബോയ്സ് പടത്തിന്റെ പ്രൊമോഷൻ ഒരു ഗേൾസ് കോളേജിൽ തന്നെ വേണമെന്ന്. വേണ്ട, എനിക്ക് ഈ ഫാൻ കാണുമ്പോൾ പേടി വരുന്നു. ഇതൊരു സാധനമായിരുന്നു. അപ്പം എല്ലാരും പോയി പടം കാണുക. ഞാൻ ഹാഷിറിന് മൈക്ക് കൈമാറാം. എല്ലാവരും പടം കണ്ട് വിജയിപ്പിക്കുക. നമ്മളെ ആദ്യത്തെ പടമാണ്. ഹാഷിറാണ് ഈ സിനിമയിലെ മെയിൻ വാഴ എന്ന് കേട്ടല്ലോ, അത് സത്യമാണോ? അല്ലല്ല, മെയിൻ വാഴ ഇവരൊക്കെയാണ്. പിന്നെ നമ്മളെല്ലാരും ഒരു റൂമർ കേട്ടു വാഴ 2 ഒക്കെ വരുന്നുണ്ട്, ഹാഷിറാൻ ടീമാണ് മെയിൻ എന്നൊക്കെ. അതൊക്കെ സത്യമാണോ? അറിയില്ല. ഓക്കെ, താങ്ക് യു. സാഫ് ബോയ് നമ്മുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ കോണ്ടന്റ് ഹെഡ് തിരിച്ച് FTCയിലേക്ക് വീണ്ടും വന്നിട്ട് എന്താണ് പറയാനുള്ളത്? അതായത് ഞാനിവിടെ എന്താ 3ാമത്തെ പ്രാവശ്യം എന്താണ് വരുന്നത്. ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്താ ഒരു അതേ ഫ്രഷ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും മൈക്കിൽ സംസാരിക്കാൻ പേടിയൊന്നുമില്ല, പക്ഷെ ഇന്നെന്തോ ഒരു ഒച്ചപ്പാടും മകളൊക്കെ ഉണ്ടപ്പോ പെട്ടെന്ന് പാനിക്കായി. എല്ലാവരോടും ഇതാണ് നമ്മുടെ സിനിമ വാഴ, കുറച്ച് വാഴകളുടെ കഥയാണ്. അപ്പോൾ എല്ലാവരും 15-ാം തീയതി എന്തായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ പടമൊക്കെ ഒന്ന് കാണാം, കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനോട് പറയാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫ്രണ്ട്സിനോട് പറയണം, നമ്മളോട് പറയാം. നമ്മളത് അടുത്ത പടത്തിൽ ഫിക്സ് ചെയ്യാം. സാഫ് ബോയ് നമ്മുടെ സൈനാത്താനെ കാണാണ്ടായിട്ട് കുറെ നാളായല്ലോ സോഷ്യൽ മീഡിയയിൽ. FTCക്ക് വേണ്ടി ഒന്ന് മിമിക് ചെയ്ത് കാണിച്ചു തരുമോ? സൈനാത്ത ഞാനൊരു ഫൺ പർപ്പസിൽ ചെയ്തായിരുന്നു. പിന്നെ അതെല്ലാവരും ഇഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു സമയമാകുമ്പോൾ മടുത്തു, പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞേക്കും മടുത്ത്. അറ്റ് ലാസ്റ്റ് ഒരു മെസ്സേജ്, എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, മെസ്സേജ് കൊടുക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. പക്ഷെ അതെങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ഈ ഒരു ആള് നമ്മളെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് പിന്നെയും അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ. ഈ സൈനാത്ത് നമ്മുടെ ഒരു ടീമിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ആ മെസ്സേജ് അതുവഴി കൊടുക്കണം എന്നാണ്. പക്ഷെ ഇതുവരെ ഭയങ്കര കുറെ പേര് പ്രൈസ് ചെയ്ത് നമ്മുടെ ഒരാൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് പിന്നെ ഇങ്ങനെ മടുപ്പായി. ഇപ്പൊ പിന്നെ ഫീലിങ്സ് വിപിൻ ചേട്ടൻ തന്നെ നമ്മുടെ ഫിലിമിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. അപ്പൊ നമുക്കത് ചെയ്യാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അപ്പോ പക്ഷെ അതിന് ചെയ്യണമെന്നില്ല. ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയത് എന്തെങ്കിലും ചെയ്തിട്ട് തുടങ്ങും. കേട്ടില്ല. ഹായാ? ഹായ്. കണ്ടില്ല, സത്യപറ മുകളിലിരിക്കുന്നത് കണ്ടില്ലുണ്ടെങ്കിൽ ഇത്രയും മുകളിലുള്ളൂ. അപ്പൊ കൂടുതൽ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കണില്ല. ഇത്രയും പേര് ഇനി ഇവിടെ നിൽക്കുകയാണ്, കുറച്ച് സമയമുള്ളൂ. അപ്പൊ എല്ലാരും അലൻ ഓക്കെ അലൻ ഒളിച്ചിരിക്കണ്ടേ? ഹായ്. ഓവറായിട്ട് സംസാരിച്ചാൽ വായി കിടക്കുന്ന ബൗൾക്കാൻ താഴെ വരും. നിങ്ങൾ എന്നെ പിടിച്ച് എയറിലാക്കും. എല്ലാവരും മസ്റ്റായിട്ട് ഓഗസ്റ്റ് 15 വാഴ കാണാൻ വരിക. മെയിൻ വാഴകളോടൊപ്പം ഞങ്ങളും കാണും. താങ്ക് യു എവരിവൺ. ബൈ. ഇതിപ്പോ എന്ത് ചെയ്യാൻ പറയും? ആക്ച്വലി എനിക്ക് പറയാം, കയറി വന്നപ്പോഴത്തേക്ക് നിങ്ങൾ തെറ്റിപ്പോയി. നിങ്ങളൊരു വൈബ്രേഷൻ ഉണ്ട്, അത് ഭയങ്കര പരിപാടിയാണ്. നിങ്ങൾ എനർജി ഓക്കെ, അതേ എനർജി നിങ്ങൾ തിയേറ്ററിൽ 15-ാം തീയതി വാഴ ഇറങ്ങുമ്പോഴും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഉണ്ടാവണം. എൻ്റെ പേര് അമിത് എന്നാണ്. സപ്പോർട്ട് ചെയ്യാം.
ടൈമാണ് ഒരു കോളേജ് പ്രൊമോഷനും വരുന്നത്, ഒരു ഗേൾസ് ഓറിയന്റഡ് സ്പേസിലോട്ടും വരുന്ന ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു എനർജി പരിപാടിയൊക്കെ ഞാൻ എനിക്ക് ഭയങ്കര അടിപൊളി ക്രൗഡ്. നിങ്ങൾ ഭയങ്കര നല്ലതാണ്, സൂപ്പറാണ് നിങ്ങൾ. 15-ാം തീയതി വാഴ വരും, എല്ലാവരും പോയി കാണണം. ഈ പറയുന്ന പോലെ ആനന്ദ് മേനോൻ എൻ്റെ ഡയറക്ടർ, വിപിൻ ചേട്ടനാണ് എൻ്റെ റൈറ്റർ പ്രൊഡ്യൂസർ. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പറ്റുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും പോയി കാണണം എല്ലാവരും. താങ്ക് യു സോ മച്ച്. ഓക്കെ സോ നേരത്തെ നമ്മൾ പിക്കപ്പ് ലൈൻ പറഞ്ഞത് ആരും മറന്നെന്ന് വിചാരിക്കേണ്ട. വി വർ ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. സോ പിക്കപ്പ് ലൈൻ റെഡി ആയിട്ടുണ്ടോ? We'll pass on the mic. പറഞ്ഞോട്ടെ, കളിക്കാൻ ബോക്സ്, കുളിക്കാൻ ലെഗ്സ്, നിനക്കൊരു കിസ്. Okay, that was very entertaining. നമുക്ക് merchandise കൊടുക്കണ്ടേ? അടുത്ത പറഞ്ഞോട്ടെ, കഴിക്കാൻ ബ്രെഡ്, കിടക്കാൻ ബെഡ്, എന്റെ മാഷെ നിന്നെ കണ്ടപ്പോ ഞാൻ ഡെഡ്. മഴയുണ്ടെങ്കിൽ വിന്റർ, വെയിലുണ്ടെങ്കിൽ സമ്മർ, തരുമോ നിന്റെ നമ്പർ? എങ്ങനെ ഇംപ്രസ് ആയോ സാർ? എങ്ങനെയെങ്കിൽ നമുക്ക് ടീഷർട്സ് കൊടുത്താലോ? യെസ്, ഒരെണ്ണം കൂടെ ഉണ്ടോ നമുക്ക്? ഓക്കെ. വെയിലത്ത് നടന്ന ടാൻ, മേലിലുണ്ട് ഫാൻ, നീ എൻ മാൻ. ഇത്രയും അടിപൊളി പിക്കപ്പ് ലൈൻ. വി ഹാവ് വൺ മോർ. ഓക്കെ. ചവയ്ക്കാൻ ഗമോൺ, കേൾക്കാൻ റഷ്മോൺ, നീ എൻ ജോസ്മോൻ. അതെ, ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലം തന്നെ തന്നു. അതെ, സോ നമുക്ക് മെർച്ചൻഡൈസ് കൊടുക്കാം ടു ഓൾ ദി അടിപൊളി പിക്കപ്പ് ലൈൻസ്. പ്ലീസ് കം ടു ദി സ്റ്റേജ്. Wow, you guys missed it. Okay, merchandise കിട്ടാത്തവര്. Okay, so ഈ merchandise ഒക്കെ ഇട്ട് we'll be there in the theaters, right? Okay, that was so cool. So അടുത്തതായി we are moving on to a different session. That is, നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കി സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ചായ, ഒരു മഴയൊക്കെ ഉള്ള വീഡിയോന്റെ ഒരു പാട്ടുണ്ടാവും. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻമുട്ട്. അതിന്റെ ആർട്ടിസ്റ്റുകൾ നിൽക്കുമ്പോ we have to hear that, right? ഹലോ, ഞാൻ നല്ല ഓണായിട്ട് വരാന്ന് വെച്ചാ, പക്ഷെ എനിക്ക് നാണോ കൊന്നു. വണ്ടിനെ തേടും കേട്ടവരുണ്ടോ? കൈ പൊക്കിയേ. ഫുൾ കോളേജാ, പൊളി. അപ്പോ വണ്ടിനത്തേടെ ശേഷം ഞാൻ വാഴയ്ക്കൊണ്ട് ഒരു പാട്ട് കണ്ടായിരുന്നു. അതിന്റെ പേര് അതിമനോഹരം എന്നാണ്. ഓക്കെ, അപ്പൊ എന്താ പറയണ്ടേ, അത് നല്ല സന്തോഷമുണ്ട്. വണ്ടിനത്തേടും ഇത്ര കയറും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല സന്തോഷമുണ്ട്. അതിമനോഹരം കേട്ടോ പാട്ട്? അതിമനോഹരം പടത്തിലെ വാഴയിലെ പാട്ട് ഇല്ല? സൂപ്പർ. നിങ്ങൾ എല്ലാവരും കേൾക്കും ഇന്ന് രാത്രി പോയിട്ട്. ഓക്കെ, പൊളി. എന്നിട്ട് പാട്ട് പഠിച്ചിട്ട് തിയേറ്ററിൽ പോയിട്ട് വൈബ് ചെയ്യല്. വണ്ടിനത്തേടും പാടുന്ന കൂടെ നിങ്ങൾ പാടും. ഞാൻ വണ്ടിനത്തേടെന്ന് പറയുമ്പോ നിങ്ങൾ ബാക്കി പറയണം. ഓക്കെ. വണ്ടിനെ തേടും നീ വന്നിരിക്കാമോ, കാനനത്തേരിൽ ആശകളുണ്ടെന്നാലും എന്തേ നാണമല്ല നാണമല്ല, ഞാനൊരു പൂവിൻ മുട്ടല്ലേ എന്നെ
എന്നെ പറിച്ചെടുക്കരുതേ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരിക്കാമോ എന്റെ കോമളമാമുഖത്ത്. പൊളി പൊളി, സൂപ്പർ സൂപ്പർ. അതിമനോഹരമാണോ? ഗിറ്റാർ എടുക്കാൻ പറ്റുമോ? യെസ്, ഗിറ്റാർ ഒക്കെ ഓൾറെഡി റെഡിയാണ്. ഗിറ്റാർ പടത്തില് പാട്ട് വേണം. ചുമ്മാ കേട്ടോ. പടത്തിന്റെ പാട്ടിന്റെ പേര് അതിമനോഹരം എന്നാണ്. അപ്പോ കഴിഞ്ഞ വർഷം വണ്ടും പൂവിന്റെ ഇടയിലായിരുന്നല്ലോ നമ്മുടെ കോൺവെർസേഷൻ. ഇപ്രാവശ്യം പായല് മതിലിനോട് പറഞ്ഞ പോലെ എഴുതിക്കണത്. ഓക്കെ. മാനത്തെ അമ്പിളി ചേലത്തെ കൊമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും കോളിലും പങ്കിടാം ഞാൻ മതി വരുവോളം. ഞാൻ കമ്പിളി പോലെ നിന്നെ പുണരാം, ഞാൻ നിന്നുടെ മാറത്ത് മെല്ലെ വേരുകൾ ആഴ്ത്തിടാം, നിൻ ഹരിത പരവതാനിയാവാം. കാലം കൂട്ടു നിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്നു കയറി ഞാൻ. കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്നു കേറിടും ഞാൻ. എന്തിനി വേഗം ഇത്തിരി നേരം, എന്തിനി വേഗം ഇത്തിരി നേരം പറ്റിപ്പിടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നോട് മൃദുല പ്രബലമതി മധുരമതി മനോഹരം. മാനത്തെ അമ്പിളി ചേലത്ത കുമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും കോളിലും കൂട്ടുപങ്കിടാം ഞാൻ മതി വരുവോളം. ആഹാ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം, ഒരു സാധനം പഠിപ്പിച്ചുതരാം. ഴ ആണ് ഴ. The word is ഴ. ഴ വാഴയുടെ ഴ. ഴ ഴ ഴ ഴ യ. അപ്പോ ട്യൂൺ ഇതാണ്. ഴ 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 ഴ. 3, 2, 1. Ya 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 ya. വണ്ടിനെ തേടും നീ വന്നിരിക്കാമോ കാനനത്തേരിൽ ഞാനും നീയും ഒന്നിച്ചു പോകാൻ ആശകളുണ്ടെന്നാലും എന്തേ നാണിച്ചു നീയേ. നാണമല്ല ഹേ നാണമല്ല ഹേ ഞാനൊരു പൂവിൻ മുട്ടല്ലേ എന്നെ പറിച്ചെടുക്കരുതേ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരിക്കാമോ എന്റെ കോമളമാമുഖത്ത്. വട്ടം പറഞ്ഞ് പയ്യേ വന്നെന്തേ നുകരാമോ, സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം. വട്ടം പറഞ്ഞ് പയ്യേ വന്നെന്തേ നുകരാമോ, സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം. ഈ
ഞാനും നീയും ഒന്നിച്ചു പോകാൻ. നാണമല്ല ഹേ ഞാനൊരു പൂവിൻ മുട്ടല്ലേ എന്നെ വണ്ടിനെ തേടണം ഞാനൊരു പൂവിൻ മുട്ട. നന്ദി കുറെ സമയം എല്ലാരും വാഴ പോയി കാണാം. പൊടിപൊടായിരിക്കും. എനിക്കും സ്ക്രിപ്റ്റും പരിപാടിയൊന്നും അറിയില്ല. വൺ എക്സൈറ്റഡ് ആണ്. ഞാൻ പാസ് ചെയ്യുന്നു. ആർക്കാ പാസ് ചെയ്യേണ്ടത്? ഇവർക്ക് തന്നെ പാസ് ചെയ്യാം. സോ നമ്മുടെ മെർച്ചൻഡൈസ് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. സോ ഐ ഇൻവൈറ്റ് some of the cast to throw the t-shirts to our dear audience. കാരണം കുറച്ച് പേർക്ക് കിട്ടിയില്ലല്ലോ.